എൻ്റെ പൊന്നു മെമ്പറെ എത്ര നേരമായി ഇയാൾ തുടങ്ങിയിട്ട് ഇയാളപ്പുറം നമ്മളല്ലാണ്ട് വരാൻ കീയ കഷ്ടം തന്നെ വിളിച്ചാട്ടെ വെറുതെ നമ്മളെ സമയം കൂടി കളയാൻ ഒരു എത്ര വീട്ടിൽ പോകാനുണ്ട് നമുക്ക് വിളി നേതാവേ നമുക്ക് കുറെ വീട്ടിൽ പോകാനില്ലല്ലേ ഫോൺ വിളിച്ച് കഴിഞ്ഞങ്ങ് ഒന്ന് പോവായിരുന്നു വരുവാ ഹലോ ആ ആ ആ യാ കൂ 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 ചേ ഓക്കെ ഓക്കെ ഓ എന്നാൽ ശരി ആ റെഡി ഓ ഓക്കെ ഞാൻ അടുത്തിക്കോളും ശരി ആ വരുന്നു കുറച്ച് ലേറ്റായിപ്പോ അല്ലേ എന്നാൽ പിന്നെ നമുക്ക് അവിടെ ഇല്ലേനോ അല്ലേ എന്നാൽ മെമ്പറെ നമുക്ക് എവിടെയാണ് നമ്മൾ ഇന്ന് ഫസ്റ്റ് തന്നെ പോകുന്നത് ആ ഓക്കെ പിന്നെ എന്നാലും ശരി എൻ്റെ ഷൂവിനൊന്ന് ചെറിയൊരു ശരി വാ അല്ലേ മെമ്പറെ ഇത്ര സമയം ഫോൺ വിളിച്ചിനി മെമ്പറെ ആരെ വിളിക്കാനാണ് നാളെ ഒരു മരിച്ചെടുക്കാൻ പോകാനുണ്ട് ആടുന്നത് ചെയ്യേണ്ട റിഹേഴ്സൽ നമ്മൾ ചെയ്യണോ അല്ലാണ്ട് നമ്മൾ നേതാവായിട്ട് നിൽക്കുമ്പോൾ ഇതെല്ലാം ചെയ്യണം മെമ്പർക്ക് ഇതെല്ലാം പഠിപ്പിച്ചു തരാം ഇപ്പോൾ ആയിനല്ലോ മെമ്പർ ആയില്ലല്ലോ ഓക്കെ ഞാൻ കുറച്ച് കാര്യങ്ങളുണ്ട് സംസാരിക്കാൻ അല്ല പിന്നെ നമ്മളിന്ന് ഏത് വീട്ടിലാണ് ഫസ്റ്റ് കയറുന്നത് കൃഷ്ണാട്ടൻ്റെ വീട്ടിൽ നമ്മൾ കൃഷ്ണാട്ടനല്ല കിട്ടേട്ടെന്ന് വിളിക്കണം കേട്ടാ നമ്മൾ വീട്ടിൽ കയറി പോകുമ്പോൾ അവരെ നമ്മളൊന്ന് കയ്യിലെടുക്കാൻ നമ്മൾ ശ്രമിക്കണം മെമ്പർ പറഞ്ഞു കൊടുത്തില്ലേ കാര്യമല്ലോ ഇതെല്ലാം പഠിക്കണം കേട്ടാ അപ്പോൾ അതുപോലെ കിട്ടാട്ടൻ ചീരാട്ടൻ ഇങ്ങനെ നമ്മൾ അവരെ വീടുകളിലേക്ക് നമ്മൾ അവരെ ആയിരിക്കണം നമ്മളെ ഓക്കെ വാ അല്ല ഇപ്പം വിഷുവല്ലേ വരുന്നു പിള്ളേരെല്ലാം വരില്ലേ പിള്ളേർക്കെല്ലാം എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണ്ടേ നിങ്ങളെ കയ്യിൽ പൈസ ആയിട്ടുണ്ടാ പൈസ എല്ലാം എന്തെങ്കിലും ആയിട്ട് ആക്കാപ്പാ ഞാൻ അണ്ടീനെല്ലാം ഇങ്ങ് എടുക്ക് അതെല്ലാം പേരിലിട്ടാലും ഉണക്കിയിട്ട് വൈകിട്ട് കൊടുക്കാം നേരം പൈസ എല്ലാം വരൂല്ലേ അതാരാ അപ്പം വരുന്നു കിട്ടാട്ടാ എന്തെല്ലാന്ന് സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു ഭാവനേച്ചി രാവിലെ തന്നെ എല്ലാവരും കുരുമുളകെല്ലാം ചിക്കിയിട്ട് ആ എന്താ മെമ്പറല്ലേ ആ ഇരിക്കപ്പോ ഇരിക്കാം നമ്മൾ പിന്നെ രാവിലെ ഇറങ്ങി അറിയാലോ പിന്നെ ഇലക്ഷൻ്റെ എല്ലാം വർക്ക് പിന്നെ കിട്ടാട്ട ഭാവനേച്ചി നമ്മൾ വന്നത് എന്നാൽ നിങ്ങൾക്കറിയാം അപ്പോൾ ഈ പ്രാവശ്യം എന്ത് വന്നാലും ശരി പിന്നെ നമ്മളെ പാർട്ടീനെ വിജയിപ്പിക്കണം നിങ്ങൾ അപ്പോൾ നിങ്ങളെ വോട്ട് ഉറപ്പായിട്ട് നമുക്ക് തന്നെ കിട്ടണം അല്ലേ മെമ്പറെ അപ്പൊ കിട്ടാട്ടാ നമ്മളെ ചിഹ്നം അറിയില്ലേ എല്ലാ ചിഹ്നം എന്തിനാന്ന് കിട്ടാട്ടന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ഭാവനേച്ചിൻ്റെ കൈമലെന്നാ സാധനം ഉള്ളേ ഇതന്നെയല്ലേ നമ്മുടെ ചിഹ്നോ ഭാവനേച്ചി നമ്മളെ ചിഹ്നമാണ് അണ്ടി ഈ പ്രാവശ്യം നമ്മളെ ചിഹ്നം അണ്ടിയാണ് കേട്ടാ കൃഷ്ണാട്ടാ അണ്ടിയാണ് നമ്മളെ ചിഹ്നം അതുകൊണ്ട് വേറെ ഒന്നും ചിന്തിക്കണ്ട ആടെ പോയി കഴിഞ്ഞാൽ ഇത് മാത്രം മനസ്സിൽ വെച്ചാൽ മതി കേട്ടാ അണ്ടി അപ്പോൾ മറന്നു പോറ് ഭാവനേച്ചി പിന്നെ കൃഷ്ണ അണ്ടിക്കല്ലെങ്കിൽ ഞാനിപ്പോൾ വില പൊതുവേ അണ്ടീൻ്റെ വിലയൊന്നും വന്നപ്പോൾ നിങ്ങൾക്കറിയില്ലേ നിങ്ങളെ ചിഹ്നമല്ലേ എന്നിട്ടും കൂടി നിങ്ങൾക്ക് ഈ സാധനത്തിൻ്റെ വില അറിയില്ല അല്ല കൃഷ്ണാട്ട അത് പിന്നെ അണ്ടീൻ്റെ വില എന്ന് പറയുമ്പോൾ എല്ലാം മെമ്പറെ അണ്ടീൻ്റെ പൈസ എത്രയാണെന്നറിയാം അണ്ടീൻ്റെ പൈസ ഇതൊന്നും നമ്മളെ വീട്ടിൽ പിന്നെ ഇല്ല ആവണിക്ക് അണ്ടീൻ്റെ പൈസ എത്രയെന്ന് അറിയാം ഇല്ലല്ലേ ചേട്ടാ ഞാനിപ്പം വിളിച്ച് സോൾവ് ആക്കി തരാം നിങ്ങളുടെ പ്രശ്നം ശശിയേട്ടൻ ആ നിങ്ങളിപ്പം വിളിക്കൊന്നും വേണ്ട ഒരു മിനിറ്റ് ചേട്ടാ കൃഷ്ണേട്ടൻ നിങ്ങളിപ്പം പോണമെന്നും വിളിക്കണ്ടപ്പോ ഇതിൻ്റെ വിലയും കാര്യമെല്ലാം നമുക്കറിയാം നമ്മളിതുകൊണ്ടല്ലേ ജീവിക്കുന്നത് അപ്പോൾ പിന്നെ ഇത്തരം സാധനത്തിൻ്റെ വില നമ്മൾ അറിയാണ്ടിരിക്കുമോ നിങ്ങളെപ്പോലത്തെ നേതാക്കന്മാർക്ക് ഇതൊന്നും അറിയില്ല എന്നല്ലാണ്ട് നിങ്ങൾ പൊതുരംഗത്ത് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ചെറിയ നേതാക്കന്മാരായ നിങ്ങളല്ലോ ഇത്തരം നാട്ടിൽ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം കാർഷിക വിളവും അതിന് കിട്ടുന്ന വിലയും അതിനെക്കൊണ്ട് ഈ സാധാരണക്കാരായ നമ്മളെപ്പോലത്തെ കൂടെ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള കാര്യം ആദ്യം പഠിച്ചിട്ടാണ് നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങേണ്ടത് ആ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ മുൻകൂട്ടിയിട്ട് അറിയണ്ടേ അല്ലാത്തിടത്തോളം ഇതിനെക്കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല നേതാവേ ചേട്ടാ എന്തായാലും ശരി നമ്മളെ പ്രകടന പത്രിക നിങ്ങൾ സ്വീകരിക്കും വോട്ട് നമ്മൾ ചെയ്യപ്പോൾ കാലാകാലമായി ചെയ്തു വരുന്നതല്ലേ നമ്മളൊരു വിശ്വാസം ഉണ്ട് നമ്മൾ ആ വിശ്വാസത്തിലെടുക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് നമ്മളത് വിനിയോഗിക്കും നിങ്ങൾ വന്നത് നന്നായി സന്തോഷമേ ഉള്ളൂ ശരി കൃഷ്ണേട്ടാ എല്ലാവർക്കും നമസ്കാരം ഇത് ഒരു രാഷ്ട്രീയ വീഡിയോ അല്ല ഇത് നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയൊരു സ്കിറ്റാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ
ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതുപോലുള്ള ജനാധിപത്യ സിസ്റ്റത്തിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയാണ്. അപ്പോൾ ഇതിനു വേണ്ടി പ്രയത്നിക്കുന്ന എല്ലാ അണിയറ പ്രവർത്തകർക്കും സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കുവാൻ വേണ്ടി നടക്കുന്ന എല്ലാവർക്കും നമ്മുടെ കൂറ ട്രാവൽസിൻ്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.